ബ്ലെസ്സിങ് അവർ ചിൽഡ്രൻ ഫോർ എക്സാം. മക്കളെ പരീക്ഷയ്ക്ക് വേണ്ടി അനുഗ്രഹിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാഡം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങൾ പോകുമ്പം പ്രാർത്ഥിക്കേണ്ടത്? പിന്നെ മാഡം ഒന്ന് പ്രാർത്ഥിക്കുമോ? പലപ്പോഴും ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അന്നേരം തന്നെ പ്രാർത്ഥിച്ചു കൊടുക്കും. പലരും അത് കഴിയുമ്പോൾ റിസൾട്ട്, ഇപ്രാവശ്യത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച മിക്ക മക്കൾക്കും A+, ഫുൾ A+ കിട്ടിയ പിള്ളേരുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ അങ്ങേയറ്റം കഷ്ടം എന്ന് പറഞ്ഞാൽ ഒരല്പം പോലും സമാധാനമില്ലാത്ത വീടുകളിലെ കുഞ്ഞുങ്ങളാണ് ഈ A+ മുഴുവൻ വാങ്ങിച്ചെഴുതി വരുന്നത്. ആദ്യം കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഭയം കണ്ടാൽ നമുക്ക് പേടി തോന്നും. അങ്ങനെയുള്ള ഭവനങ്ങളിൽ നിന്ന് പിന്നെ A+ൽ അങ്ങോട്ട് കുഞ്ഞുങ്ങൾ ജയിച്ച് കയറി വരുന്ന കാണുമ്പോൾ ഈ ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? വേറെ ചില സാഹചര്യങ്ങളിൽ മക്കൾക്ക് എത്ര റിറ്റൻഷൻ, അതായത് ഓർമ്മശക്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും പഠിക്കാൻ ഒരു തരത്തിൽ. പിന്നെ ചിലർക്ക് മൊബൈൽ ഒരു അഡിക്ഷനാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ ശരിയായിട്ട് പഠിപ്പിക്കണോ വേണ്ട എന്ന് ചോദിച്ചാൽ, ഗോഡ് വാണ്ട്സ് അവർ ചിൽഡ്രൻ ടു ബി എക്സലൻറ്റ് ഇൻ എവറിത്തിങ്. എക്സൽ ചെയ്യാന്ന് പറയും, അതായത് ഏറ്റവും നല്ലതായിട്ട് പഠിച്ച് ഏറ്റവും ഉന്നതിയിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരപ്പൻ മക്കളെ നമ്മുടെ മക്കളെക്കുറിച്ചും ഒക്കെ ഗമ പറയുന്നത് എപ്പോഴും അവരുടെ നന്മകൾ കാണുമ്പോൾ, അല്ലെ അവരുടെ അച്ചീവ്മെൻറ്റ് കാണുമ്പോൾ. അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി വചനം ശക്തമായിട്ട് പറയുകയാണെങ്കിൽ, എവറി ടൈം വി സേ എ ഗുഡ് വേർഡ് ഗോഡ് വിൽ കമൻഡ് അസ്. അത് അവൾ നല്ല ശക്തിയായിട്ട് പറഞ്ഞു. അത് ദൈവത്തിൻ്റെ ഒരു വിശ്വസ്തതയാണ്. ഈ പലർക്കും നമ്മുടെ നാട്ടിൽ ഞാൻ നോട്ട് ചെയ്യുന്നൊരു സത്യം, അയ്യോ അത് നിങ്ങൾക്ക് നല്ലതാണല്ലോ എന്ന് പറഞ്ഞവർക്ക് പേടിയാണ്. ഉടനെ ഒരു എന്തോ കുഴപ്പം വരും. അതല്ല, വേദപുസ്തകാടിസ്ഥാനത്തിൽ അതല്ല. നല്ലതെങ്കിൽ നല്ലതെന്ന് പറയണം. ദൈവം എല്ലാം നല്ലതെന്ന് ആദ്യകാലത്ത് പറഞ്ഞു. 6 ദിവസവും ഉണ്ടാക്കിയിട്ട് സകലതും നല്ലതയെന്ന് വിളിച്ചു പറഞ്ഞ ദൈവത്തിൻ്റെ നാവെങ്കിൽ നല്ലതയെന്ന് പറയാൻ നമ്മളെ നിയോഗിച്ചിരിക്കുന്നവരാണ്. അത് സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവാണ്. ഭയമുള്ളവന് എല്ലാത്തിനും പേടിയാണ്. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, മിടുക്കനായിട്ടിരിക്കുന്നു, ഉടനെ എനിക്ക് അസുഖം വരുമെന്ന് ചിന്തിക്കും. അങ്ങനെ പലരും ഈ വടക്കൻ കേരളത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ തുറിച്ച് നോക്കിയാൽ പറയും അവരുടെ കണ്ണുദോഷം വന്നെന്ന് പറയും. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. നമ്മളൊക്കെ ആത്മീയാവിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് വരുന്നതിനെല്ലാം തട്ടി നിൽക്കുകയാണ്. ബാക്കിയുള്ള സാധാരണക്കാർക്ക് ഇതെല്ലാം ഭയമാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ നമ്മൾ ആത്മാവിൽ നിറഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ ഈ ദുഷ്ടശക്തി നമ്മുടെ കുഞ്ഞുങ്ങളെ, അതായത് തലമുറകളെ നശിപ്പിക്കുക എന്നുള്ള ദുഷ്ടൻ്റെ ഒരു ആവശ്യമാണ്. ദൈവമക്കളെ ഇല്ലാതാക്കുക. എന്നാൽ ദൈവം പറയുന്നു, എൻ്റെ മക്കളെ സൂക്ഷിക്കാൻ എനിക്കറിയാം. പക്ഷെ ദൈവമക്കളാക്കണമെങ്കിൽ ബാലശിക്ഷ കൊടുത്ത് അവൻ ഏത് വഴിയെ പോകണമെന്ന് ചെറുപ്പത്തിലേ പഠിപ്പിക്കണം. സദൃശ്യവാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ഉറവിടം. അപ്പോൾ ജീവൻ്റെ ഉറവിടവും ജ്ഞാനത്തിൻ്റെ ഉറവിടവും യഹോവ ഭക്തിയാണ്. ഈ യഹോവ ഭക്തി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ചുമ്മാ പറയുന്നതല്ല. അത് ഭവനങ്ങളിൽ ചെറുപ്പത്തിലെ അവരെ വചനം പഠിപ്പിച്ച് ചർച്ചിലാണ് അല്ലെങ്കിൽ സഭകളിലാണ് എവിടെയാണ് നിങ്ങൾ പോകുന്നത് വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവരെ ഡിസിപ്ലിൻ ചെയ്ത് പഠിപ്പിച്ചെടുക്കണം. വചനം കാണാതെ പഠിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യുക. പിന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ അറിയാവുന്നൊരു ദൈവമാണെന്ന് ഉറച്ച് വിശ്വസിക്കാനുള്ള കൃപ നമുക്കും തരും ദൈവം. എല്ലാവരും ഇങ്ങനെ വേദപുസ്തകത്തിൻ്റെ വിശുദ്ധന്മാരെയൊക്കെ നോക്കിക്കേ, ആരും നേർവഴിക്ക് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് എല്ലാം ചെയ്യുമ്പോഴത്തെ ആരുമില്ല. എല്ലാവർക്കും ബലഹീനത ഉണ്ടായിരുന്നു. അത് സംഭവിച്ചത് മനുഷ്യൻ, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപം ചെയ്തതോടെ ആത്മാവ് മാറിയതോടുകൂടി നമ്മൾ ആത്മാവില്ലാത്ത മനുഷ്യർ പിന്നെ സ്വയകഴിവിൽ കിടന്ന് പഠിച്ചിട്ട് ഏതാണ്ടൊക്കെ നേടും. അങ്ങനെ നേടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? എത്ര ഉന്നത പദവിയിലുണ്ടെങ്കിലും പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മൾ വീണു പോകുന്നു. അത് കൊച്ചിലെ പഠിപ്പിക്കാത്തതിനാൽ ഇത് നമ്മൾ വീണു പോകും. ഈ നന്മയും തിന്മയും, അതായത് തോൽവിയും ജയവും ഒക്കെ കലർന്ന് കിടക്കുകയാണ്. അതിൽ നിന്ന് നന്മ മാത്രമായിട്ട് കണ്ടുപിടിക്കണമെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൽ ഒരു യുദ്ധമുണ്ട് അവിടെ നമുക്ക്. ആ യുദ്ധം ജയിക്കണമെങ്കിൽ വചനം കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ നിറയ്ക്കണം. അപ്പം സദൃശ്യവാക്യത്തിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറയും എപ്പോഴും സദൃശ്യവാക്യം ഒരു ദിവസം ഒരു 5 വാക്യം വെച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു റുട്ടീനായിട്ട് വായിച്ച് കേൾപ്പിക്കാൻ തുടങ്ങണം. അത് നല്ല പോയിൻ്റാണ്. ഞാൻ ഒരാളോട് ഇങ്ങനെ പറഞ്ഞിട്ട് സൗദി അറേബ്യ വെച്ച്, അപ്പോൾ എല്ലാ ദിവസവും അമ്മ, ഷി വാസ് കാത്തലിക്കായിരുന്നു, എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നിർത്തും. നിൽക്ക് ബസ് വരുന്നതിന് മുമ്പേ പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങളെ റെഡിയാക്കി വെച്ച് 5 വാക്യമെങ്കിലും സദൃശ്യവാക്യം വായിച്ച് കേൾപ്പിക്കാതെ വിടത്തില്ല. അതൊക്കെ ആ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് നിൽക്കുന്ന നില, എന്നെ ഉന്നതമായ സ്വഭാവത്തിൽ അവർ നിൽക്കുന്നത്. അതൊക്കെ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോടും ഇങ്ങനെയൊക്കെ ആത്മാവ് ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിലും. സത്യത്തിൽ
സദൃശ്യവാക്യത്തിനകത്ത് ഒരു വാക്യമുണ്ടല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, ആൻറ്റി ഞാൻ ഇത് വായിച്ച് ചോദിപ്പിച്ചപ്പോൾ അവരുടെ മോൻ പറഞ്ഞു, മമ്മി അതൊന്നും കൂടെ വായിക്കുന്നു. അതായത് ഒരു വാക്യമുണ്ട്, നീ അമ്മയ്ക്കെതിരായിട്ട് നിന്നാൽ നിൻ്റെ കണ്ണ് കാക്ക കൊണ്ടുപോകുന്നു. അപ്പോൾ ആ കൊച്ചൻ നിർത്തി ചോദിച്ചു, ഒന്നും കൂടെ അതൊന്ന് വായിക്കുമോ എന്ന് ചോദിച്ചു. അമ്മ അത് വായിച്ച് കേൾപ്പിച്ചു. അതോടുകൂടി അവന് ഭയമായി. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ശരിയായിട്ട് പഠിപ്പിക്കേണ്ടി വത്തി പഠിപ്പിക്കണം. ഇതൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നതാണ്. അത് ഞാനിവിടെ നോക്കിയിട്ട് കാണുന്നില്ല, നമ്മൾ തന്നെ അതാ കണ്ടുപിടിച്ച്. സദൃശ്യവാക്യം 30:17 അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. ഇങ്ങനെ ഒരു വാക്യമുണ്ട്. നമ്മൾ വിചാരിക്കുമോ ഇങ്ങനൊരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അപ്പനെ പരിഹസിക്കുകയും. ഒന്ന് ഓർക്കണേ, അപ്പന്മാർ നല്ലതായിട്ടൊന്നും അല്ല അവരെ അനുസരിക്കാൻ വേദപുസ്തകം പറയുന്നത്. അവർക്ക് ബലഹീനതകൾ കാണും. ബട്ട് ഓണർ ദ പേരൻസ്. അമ്മയെ നന്നായിട്ടൊന്നും അല്ല, ഓണർ ദം. ഇപ്പം ഈ വചനങ്ങളും ദൈവസത്യവും പറഞ്ഞു കൊടുക്കുമ്പോൾ ആത്മാവ് അല്പമെങ്കിലുള്ള ഭവനങ്ങളിൽ ഇത് ചെന്ന് കൊള്ളും. അല്ലാത്ത ഭവനങ്ങളിലെ ക്രൂരതയും ദുഷ്ടതയും വളരെ വളരെ മനുഷ്യന് മുമ്പിൽ പറയാത്ത പോലെ ആഴമേറിയതാണ്. കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നതിൻ്റെ ലെവല് ചെറുതൊന്നുമല്ല. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ അടിക്കുകയാണെങ്കിൽ അവർ കൊച്ചു കുഞ്ഞുങ്ങളാണ്. പക്ഷേ അത് എന്തുമാത്രം ഹൃദയത്തിൽ ഈ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച് അവരുടെ പഠിത്തത്തെയും ഫ്യൂച്ചറിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നു മനസ്സിലാകുന്നില്ല. അതുപോലെ ഒരു ഭാര്യ അപ്പനെ മാറ്റി നിർത്തി അപ്പൻ ദുഷ്ടനാന്ന് വിളിച്ചു പറഞ്ഞ് അല്ലെ പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ ആ വേദന അല്ലെങ്കിൽ ആ മാറിങ് അല്ലെങ്കിൽ ആ ഒരു വിടവ് വന്നിട്ട് പിന്നെ അത് ശരിയാക്കാൻ പാടായി മാറും. ഏതൊരമ്മയും അപ്പൻ മോശമാണെന്നും പറഞ്ഞ് അപ്പനിൽ നിന്ന് മക്കളെ മാറ്റി നിർത്തുന്നു എങ്കിൽ ഷീ ഡസൻറ്റ് ലവ് ദി ചിൽഡ്രൻ. പ്രൊട്ടക്ഷനാന്നൊക്കെ പറയും. ഇത് തുടക്കം തൊട്ടേ അഴുകിയിരിക്കുകയാണ്. ഇത് തലമുറയ്ക്ക് മുമ്പേ തുടങ്ങിയതാണ്. അപ്പം ഈ അമ്മയും അപ്പനെ അല്ല ഞാൻ ഈ കുറ്റം പറയുന്നത്. ഇത് ഈ പരിശുദ്ധാത്മാവിലല്ല ഒരു കുടുംബം നിലനിൽക്കുന്നത് എങ്കിൽ ആ ബേസിക് ഫണ്ടമെൻ്റൽ വാല്യൂസ് എന്താണ് ശരി തെറ്റെന്ന് വിവേകമില്ലാത്ത അപ്പനമ്മമാർ മക്കൾക്ക് വേണ്ടി അവരുടെ നന്മയ്ക്കെന്നും പറഞ്ഞ് സ്വാർത്ഥമായി എടുക്കുന്ന തീരുമാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നന്മയ്ക്ക് പകരം ദൂഷ്യമാണ് കൂടുതൽ ചെയ്യുന്നത്. കഴിവതും എക്സെപ്ഷണൽ കേസുണ്ട്. കഴിവതും പരിശുദ്ധാത്മാവിൽ കൊണ്ടുവന്ന് അപ്പനെയും അമ്മയും അന്യോന്യം പ്രാർത്ഥിച്ച് ഒരു ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവ് കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. സദൃശ്യവാക്യത്തിനകത്ത് 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. നമ്മുടെ മക്കൾ ഭോഷനും വിഡ്ഢിയാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനം 1 വായിക്കുക. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എൻ്റെ മകൻ നടക്കത്തില്ല, പാപിയുടെ വഴിയിൽ അവൻ ഇരിക്കത്തില്ല, പരിഹാസിയുടെ അടുക്കൽ അവൻ പോകത്തില്ല. യഹോവയുടെ ന്യായപ്രമാണത്തിൽ അവൻ സന്തോഷിച്ചിട്ട് എൻ്റെ മകൻ ന്യായപ്രമാണത്തിൽ രാപകൾ എൻ്റെ മകൾ രാപകൾ ധ്യാനിക്കുന്ന മകളായി എടുത്ത് 2-3 വാക്യങ്ങളെങ്കിലും അവർ പഠിക്കുന്ന ആ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്ക്. ഇറ്റ് ഹാസ് ഇഫക്റ്റ്. യെശയ്യാ പ്രവാചകൻ 11:2 എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന വാക്യം. യഹോവയുടെ ആത്മാവിനെ തന്നെ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും ബലത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിനെ തന്നെ കൊടുക്ക്. പരിശുദ്ധാത്മാ പറയാണ്. വചനം സദൃശ്യവാക്യം എടുത്ത് ദൈവമക്കളെ അനുഗ്രഹിക്കുന്ന വാക്യങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെ നേർചൊല്ലി വായിക്കുക. അവരിയ്ക്കുന്ന മേശയ്ക്ക് ചുറ്റും കർത്താവിൻ്റെ വചനം വെച്ചിട്ട് അത് ദൈവത്തിൻ്റെ ആത്മാവിൽ ശുദ്ധീകരിച്ച് ഇത് കുഞ്ഞുങ്ങളിരിക്കുന്നത് ഒരു ഓൾട്ടറാണ്. അവരിരുന്ന് പഠിക്കേണ്ട സ്ഥലം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ടെറിറ്റോറി അതായത് ജൂറിസ്ട്രിക്ഷൻ ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്നാ ഈ ദാനിയേലിൻ്റെ ബുക്കിനകത്ത് പറയുന്നു, ഈ ദാനിയേലിന് ശദ്രക് മേശക് അബീനെയും ദാനിയേലിനും അവർ രാജാവ് പറഞ്ഞ് നല്ല ഭക്ഷണം കൊടുത്തിട്ട് ഇവരെ പുഷ്ടിയുള്ളവരാക്കണമെന്ന്. അവർ പറഞ്ഞില്ല, ഞങ്ങൾക്ക് വേണ്ട, വെജിറ്റബിൾ മതിയെന്ന്. അപ്പം ബാലന്മാർ പറഞ്ഞു ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. എന്ത് സംഭവിച്ചു? അവർ വെജിറ്റബിളേ കഴിച്ചിട്ടുള്ളൂ. 1:17 ആ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും എല്ലാത്തിലും എല്ലാ കഴിവ് വേണ്ട, എന്തിലേലും ഒരെണ്ണത്തിൽ കഴിവ് കിട്ടിയാൽ മതി. സകല വിദ്യയിലും ജ്ഞാനത്തിൽ നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകം ആരാണ്? ജ്ഞാനം, വിസ്ഡം മേളിൽ നിന്ന് ദൈവം ഇട്ട് കൊടുക്കുക ചെയ്തത്. നമ്മൾ പ്രാർത്ഥിച്ച് നേടുകയല്ലാതെ നമുക്കിപ്പോൾ ഒരാൾക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുമോ?
അവരെ രാജാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നപ്പോൾ രാജാവ് അവരോട് സംസാരിച്ചാരെ അവരിലെല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസര്യാവ്, ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിൽ ഒക്കെയും അവരെ തൻ്റെ രാജ്യത്ത് എല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും അഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടന്മാരാണെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിൻ്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. എങ്ങനെയുണ്ട്? 10 ഇരട്ടി. എവിടെ ആരോട് പറയാൻ? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി അമ്മയപ്പന്മാർ ഇപ്പോൾ ഈ സിവിൽ സർവീസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷനൊക്കെ ഉണ്ട്. ഞായറാഴ്ച അവർക്ക് വേറെ ദിവസമില്ല കണ്ടുപിടി. കുഞ്ഞുങ്ങൾക്ക് എന്ത് ഉദാഹരണം കാണിച്ചു കൊടുക്കുന്നു? സത്യങ്ങൾ മറച്ച് എന്തൊക്കെയോ പഠിപ്പിച്ചു വെക്കുന്നുണ്ടെന്നും മനുഷ്യരെ അല്ല, മൃഗങ്ങളെ ഉണ്ടാക്കി വെക്കുക ചെയ്യുന്നു. സത്യം മാറ്റമില്ല, എല്ലാം മാറി. ഇനിയിപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി വന്നിട്ട് സാധാരണക്കാരൊന്നും ആവശ്യമില്ലെന്നേ. എല്ലാ ജോലികളും ഇവർ ചെയ്തോളുമല്ലോ. ഇനി എന്നതാ മനുഷ്യൻ ലോട്ടസ് ഈറ്റേഴ്സ്, അതായത് ചുമ്മാതെ ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ട് ജീവിക്കും. അത് മെഷീൻ ഉണ്ടാക്കുമല്ലോ ഭക്ഷണവും. അങ്ങനെ ഒരു ലോകത്തിലോട്ട് പോകുമ്പം വിവേകമില്ലാത്ത ഒരു അമ്മയപ്പന്മാരാകരുത്. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തെ വിളിച്ചു വരുത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വിഷയത്തിനും 100% ആഗ്രഹിക്കേണ്ടെന്ന്. അവൻ്റെ കഴിവ് ഏതിനാണ് അതിൽ പഠിപ്പിച്ചെടുക്കുക. അപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ ട്രെയിൻ ദം ഇൻ ദാറ്റ് ഫീൽഡ്. അത് ചോദിക്കാൻ, ഉപദേശം ചോദിക്കാൻ ഇഷ്ടം പോലെ ആളുകൾ ദൈവം പറഞ്ഞു തരുമല്ലോ. വെൻ എ സ്റ്റുഡൻറ്റ് ഈസ് റെഡി ദ ടീച്ചർ വിൽ അപ്പിയർ. അതാണ് പ്രിൻസിപ്പിൾ. ദൈവത്തിൻ്റെ ആത്മാവിൽ വിനയമുള്ള കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൃപയിൽ നിർത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എക്സലൻ്റായിട്ട് ഏറ്റവും നമ്പർ 1 ആയിട്ട് ജയിച്ചു വരാൻ നീ ആഗ്രഹിക്കും. അതിനൊരു മാറ്റമില്ല. നിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മക്കൾ അവരുടെ ഒരു ബ്രെയിൻ്റെ 2% പോലും ഉപയോഗിക്കുന്നില്ല. കർത്താവേ, എൻ്റെ ആത്മാവ് കടന്നു വന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് യൂണിറ്റി, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ ആത്മാവിൽ ജ്ഞാനവും പരിജ്ഞാനവും വിവേകവും ഇട്ടുകൊടുത്ത് ഏറ്റവും നല്ല മക്കളായിട്ട് ശോഭിക്കാൻ നീ അവരെ പഠിപ്പിച്ചെടുക്കണമേ. ആടുകൾക്കൊന്നിനും വലിയ ബുദ്ധിയില്ല പച്ച, പക്ഷെ ആടുകളെ തിരഞ്ഞെടുത്ത ഇടയൻ വലിയവനാണ്. ആ ഇടയൻ്റെ ബുദ്ധി ജ്ഞാനവും കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരണം. 23-ാം സങ്കീർത്തനം എടുത്ത് വായിച്ചിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മുടെ ഇടയനാകിയാൽ ഏത് സാഹചര്യത്തിൽ എപ്പോഴും ജയം കിട്ടണമെന്നില്ല, ഏത് സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. യെശയ്യാ 11:2 കൊടുത്ത് കർത്താവിൻ്റെ ആത്മാവിൽ ദാനിയേലിനെ തിരഞ്ഞെടുത്ത ദൈവം എൻ്റെ മകളുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ സദൃശ്യവാക്യം എടുത്ത് വായിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അമ്മയപ്പന്മാരെ പഠിപ്പിക്കണമേ. ഇവിടുന്ന് ജ്ഞാനം കിട്ടുന്നതിന് പകരം ഈ സത്യവചനം എടുത്ത് വായിച്ചിട്ട് ഓരോന്നും മാറ്റമില്ലാത്ത വചനം കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ എഴുതി കൊടുക്കാൻ എൻ്റെ കർത്താവ് ദൂതന്മാരെ അയച്ചു കൊടുത്താട്ടെ പിച്ച. എഴുതി കൊടുക്കുക പിച്ചന്ന് അച്ഛൻ്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്താട്ടെ. നിൻ്റെ വിരൽ കൊണ്ട് അവരുടെ ഹൃദയങ്ങളിൽ വഴിതെറ്റിപ്പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടരുതെന്ന് നിന്നോട് അപേക്ഷിക്കുന്നു. വേലി കെട്ടി തിരിച്ചു കൊണ്ടുവരുന്നതിന് സ്തോത്രം. നാഥനതാ മരുഭൂമിയിൽ കൂടെ പോയി ഉഴന്ന് നടന്ന് കുഞ്ഞുങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടിരുന്നതിന് സ്തോത്രം. നിന്നോട് ചേർത്ത് കുഞ്ഞാടുകളെ നെഞ്ചോട് ചേർത്ത് തള്ളയാടുകളെ കൈക്ക് പിടിച്ച് അപ്പനമ്മമാരെ പുറകിൽ കൊണ്ടുവരുന്ന ദൈവസ്നേഹത്തിന് നന്ദി. സകലതും യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.